बोर्ड देखा मैं, वो पिक्चर में ऐसा आएगा। आप कहाँ से आए? मैं केरला से। वो कैसा पता चल गया आपको? आपकी जबान से। അയോധ്യയിൽ ഞാൻ കണ്ട മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ അവരോട് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അവര് ഈ ബാബറി മസ്ജിദ് അതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. പുതിയ ബാബറി മസ്ജിദ് എവിടെയാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ജാൻകാരി നൈ ഭായി നമുക്ക് ജാൻകാരി നൈ, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല അതിനെക്കുറിച്ച് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ കേരളത്തിലുള്ള കുറച്ച് ആൾക്കാർക്കാണ് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉള്ളിൽ കയറ്റി വെച്ച് മറ്റുള്ളവരെ കുത്തിത്തീർപ്പുണ്ടാക്കി അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അതായത് 5 മിനാരങ്ങളോട് കൂടിയ പള്ളി, പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഖുറാന് ഈ പള്ളിയിൽ വെക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കിട്ടും. ആ മണ്ണിലാണ് കേട്ടോ ഇപ്പൊ നിൽക്കുന്നത്. ഇതാ ഇവിടെയാണ് പള്ളി വരിക. നമസ്കാരം, വിയുടെ യാത്ര 2ാം ഭാഗം അയോധ്യ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ അയോധ്യയിലാണുള്ളത്. അയോധ്യയിലെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അയോധ്യയിൽ ഉണ്ടായിരുന്ന ഈ മസ്ജിദ്, പുതിയ മസ്ജിദ് വരുന്നുണ്ട്. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മസ്ജിദാണ്. അപ്പോൾ ആ സ്ഥലം ആ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, അവിടെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. അത് ഏകദേശം ഇവിടുന്ന് 25 കിലോമീറ്റർ ഉണ്ട് എന്ന് മാത്രം അറിയാം. ഏത് വഴിയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ല. നമുക്ക് ചോദിച്ച് പോവാം. ഇത് ഇവിടുത്തെ ഒരു മസ്ജിദാണ് കേട്ടോ. ഇത് ഈ അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള മസ്ജിദാണ്. അയോധ്യ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയുള്ള. ഇത് ഇവിടുന്നുള്ള ഈ പോകുന്ന റോഡ് അമ്പലത്തിലേക്കുള്ള, അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ കേട്ടോ. അങ്ങോട്ടുള്ള വഴിയാണ്. അതിന്റെ അടുത്തുള്ള മസ്ജിദാണ് ഇത്. ഇത് വേറൊരു പള്ളിയാട്ടോ, 2ാമത്തെ പള്ളി. അടുത്തടുത്ത് 2 പള്ളിയുണ്ട്. ഇവിടെ നിന്നാണ് ബാങ്കൊക്കെ കൊടുക്കുന്നത്. ഇത് 3ാമത്തെ പള്ളിയാട്ടോ. ഈ അയോധ്യ അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു 1/2 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഉള്ള 3ാമത്തെ പള്ളിയാണ് കേട്ടോ ഇത്. അതാണ് എൻട്രൻസ്. ഒരുപാട് പേരോട് ചോദിച്ചു കേട്ടോ. ഇവിടെയുള്ള ഒരുപാട് പേരോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് എവിടെയാ സ്ഥലം എന്നുള്ളത് വലിയ പിടിയില്ല. ബാബരി മസ്ജിദിന് പകരം എവിടെയാ പുതിയ പള്ളി വരുന്നത്, അത് എവിടെയാണെന്ന് ചോദിച്ചിട്ട് ആർക്കും അറിയില്ല അതിനെക്കുറിച്ച്. മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. അവരോട് ചോദിച്ചു, അവർക്കും ഒരു അറിയത്തില്ല ഇത് എവിടെയാണെന്നുള്ള ഒന്നും അറിയത്തില്ല എന്നാണ് പറയുന്നത്. അവസാനം നമുക്കൊരു ഓട്ടോബായിനെ കിട്ടിയിട്ടത്. ഈ ബായിൻ്റെ വീട് ആ പള്ളി വരുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ബായിൻ്റെ വീട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ അയോധ്യയിൽ ഏകദേശം ഒരു 4 കിലോമീറ്റർ ഹൈവേയിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു 25 കിലോമീറ്റർ പിന്നെ പോകണം. അവിടെയാണ് ഈ പള്ളി വരുന്നത്. അപ്പോൾ സംഭവം ഏതാ സ്ഥലം എന്നുള്ളത് കണ്ടുപിടിച്ച് ഇനി അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഈ ബായി ഹൈവേയിൽ ആക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഹൈവേയിൽ വരെ ആക്കി തരാമെന്ന് പറഞ്ഞു, ഒരു 4 കിലോമീറ്റർ. അപ്പം ഈ ബായിൻ്റെ കൂടെ ഹൈവേയിൽ ഇറങ്ങി അവിടുന്ന് ഇനി ബസ് കയറിയിട്ട് വേണം പോകാൻ. എന്തായാലും അവിടെ വരെ പോയിട്ട് തന്നെ കാര്യം. അങ്ങനെ ഞാൻ ഫ്രണ്ടിലിരുന്നു കേട്ടോ ബായിൻ്റെ കൂടെ. അപ്പം എന്നാ പോലെ പങ്കജ് എന്നാണ് കേട്ടോ ബായിൻ്റെ പേര്. പങ്കജ് ബായി എന്നെ അവിടെ ആക്കാന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ആരും കൂടി ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ എന്നോട് പറഞ്ഞ് ഫ്രണ്ടിലിരുന്നു, എൻ്റെ മുഖം കൂടി കാണിക്കുക, ഞാനും വരട്ടെ വ്ളോഗിൽ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പങ്കജ് ഭായി ആണ് നമുക്ക് അങ്ങോട്ടുള്ള വഴി പറഞ്ഞു തന്നെ കേട്ടോ. അങ്ങനെ ബായിൻ്റെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോഡൊക്കെ കിടിലുമാണ് കേട്ടോ. ഈ റോഡുകളൊക്കെ വർക്ക് നടന്ന് ഇത് ഇവിടുത്തെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞാണ് കേട്ടോ. കിടിലം വഴിയാണ്. വഴിയൊക്കെ ഉണ്ടോ, അടിപൊളി. ഇവിടുത്തെ ബോർഡുകളും കാര്യങ്ങളും ഒക്കെ ഫുള്ള് ഹിന്ദിയിലാണ്. അയോധ്യ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു റോഡിന്റെ എൻട്രൻസ് ആണ് അത്. അങ്ങനെ നമ്മൾ ഹൈവേയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. മെയിൻ ഹൈവേയിലേക്ക്. ഇവിടെ ഹൈവേയും സാധാ വഴികളും ഒക്കെ ഒരുപോലെ തന്നെ ഉണ്ട് ഗൈസ്. കിടിലം വഴികൾ, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറിയിട്ടു. അതായത് ബായി ഇവിടെ ഹൈവേൻ്റെ അവിടെ വിടാമെന്നായിരുന്നു പറഞ്ഞത്. അവിടുന്ന് അയോധ്യ അമ്പലത്തിൻ്റെ അവിടുന്ന് 20 രൂപ ഹൈവേ വരെ വിട്ടിട്ട് അവിടുന്ന് പിന്നെ അടുത്ത ബസ് പിടിക്കണം. അങ്ങനെ 2-3 ബസ് കയറിയിട്ട് വേണം അങ്ങ് എത്താൻ. അങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് തന്നെ ഞങ്ങളൊരു ഒരു പ്രൈസ് പറഞ്ഞിട്ട് ഉറപ്പിച്ചു കിട്ടും. ബായി തന്നെ അങ്ങ് കൊണ്ടാക്കിയിട്ട് തിരിച്ചാക്കാന്ന് പറഞ്ഞ് ഒരു കാശ് പറഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ ബായിക്ക് ഒരു കാര്യം സ്വാധീനം ഇല്ലാത്തതുണ്ടോ. അപ്പോൾ ബായിക്ക് ഒരു ഉപകാരമാകും. നമ്മൾ ബസ്സിന് പോയി കറങ്ങി വന്നു കഴിഞ്ഞാലും നമുക്കൊന്നും അറിയത്തില്ല. അത് ഇനി ഒരുപാട് പേരോട് ചോദിക്കും വേണം. ഈ ബായിക്കാകുമ്പോൾ കറക്റ്റ് അവിടെ പോകാനൊക്കെ അറിയാം. ബായിൻ്റെ വീട് അവിടെ അടുത്ത് തന്നെയാണല്ലോ. അതുകൊണ്ട് ബായിൻ്റെ കൂടെ അങ്ങ് പോകാൻ വിചാരിച്ചു. അവർക്ക് കാലിൽ വയ്യാത്ത അവർക്കൊരു ഉപകാരമാവില്ല. നമ്മളെന്തായാലും ബസ്സിന് ഇറങ്ങിയാലും പൈസ കൊടുക്കണം.
നമ്മൾ കുറെ കാലം ഓട്ടോറിക്ഷ ഓടിച്ചല്ലേ. റോഡുകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ റോഡുകൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ റോഡുകൾ. ഈ ഹൈവേയും അതിന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ കണക്ട് ചെയ്യുന്ന റോഡുകളൊക്കെ അടിപൊളിയാണ്. ലോങ് റൈഡാണ് കേട്ടോ. 25 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഏകദേശം എത്താനേ ഇനി ഒരു 5 മിനിറ്റ് കൂടി മതി എന്നാ ഭായി പറഞ്ഞേ. അപ്പോൾ മൂത്രമൊഴിക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിർത്തിയതാണ് കേട്ടോ. ഭായി അവിടെ ഉണ്ട്. വഴിയൊക്കെ കണ്ടോ ഗൈസ്, വഴിയൊക്കെ വേറെ ലെവലാണ്. 25 കിലോമീറ്റർ ആയിട്ട് അമ്പലത്തിന്റെ അയോധ്യയിൽ നിന്ന് ഇങ്ങോട്ട് 25 കിലോമീറ്റർ ഞാൻ ഏകദേശം 20 കിലോമീറ്റർ വന്നു കേട്ടോ. ഞാൻ 5 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. അവിടെ തൊട്ട് ഇവിടം വരെ ഫുള്ള് ഈ വഴിയൊക്കെ ഇങ്ങനെ തന്നെ ഇതേ ലെവലിലുള്ള വഴിയാണ് മൊത്തം. അടിപൊളിയാണ്. കറക്റ്റ് സ്ഥലത്തിനെ കുറിച്ച് ബൈക്കും ചെറിയ ഡൗട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇവരൊന്നും അങ്ങനെ പോകുന്നവരൊന്നും അല്ലല്ലോ. എൻ്റെ ഒരു 10 കിലോമീറ്റർ അടുത്താണ് ബായിന്റെ വീട്. അവിടുന്ന് ഒരു 10 കിലോമീറ്റർ അങ്ങനെ അമ്പലത്തിലേക്ക് ചോദിക്കാൻ നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടോ. അങ്ങനെ നമ്മളിപ്പം നിൽക്കുന്ന ഈ സ്ഥലത്താണ് കേട്ടോ ഇനിയും പുതിയ പള്ളി വരാൻ പോകുന്നത്. ഈ കണ്ട സ്ഥലത്താണ്. ഇത് 5 ഏക്കറാണ്. പക്ഷെ ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ഇതൊരു വലിയ സെറ്റപ്പിലാണ് പള്ളി വരുന്നത്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയാണ് ഇവിടെ വരുന്നത്. അതായത് 5 മിനാരങ്ങളോട് കൂടിയ പള്ളി. പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഖുറാന് ഈ പള്ളിയിൽ വെക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കേട്ടോ. ആ മണ്ണിലാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത്. ഇതാ ഇവിടെയാണ് പള്ളി വരിക. 5 ഏക്കറാണ് ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ സ്ഥലം ഇനിയും ഇത് സ്ഥലം പോരാന്നാണ് പറയുന്നത്. പള്ളീനോടൊപ്പം തന്നെ സ്കൂള്, ലൈബ്രറി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വലിയ സമുച്ചയമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ സ്ഥലം പോരാ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 6 ഏക്കറും കൂടി, ഏകദേശം 11 ഏക്കറിൻ്റെ പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിൻ്റെ ഫോട്ടോയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദ് എന്നാണ് കേട്ടോ ഈ പുതിയ വരുന്ന പള്ളീൻ്റെ പേര്. ബാബറി മസ്ജിദ് എന്നല്ല, മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദ്, അങ്ങനെയാണ് ഇനി വരുന്ന പള്ളീൻ്റെ പേര്. ആ പള്ളീൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. വരാൻ പോകുന്ന ആ സ്ട്രക്ചർ ഫോട്ടോയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ പുതിയതായിട്ട് വരുന്ന പള്ളീൻ്റെ ആ സമുച്ചയത്തിൻ്റെ ഫോട്ടോ. ഇതാണ് കേട്ടോ. ഈ രൂപരേഖയിലാണ് വരാൻ പോകുന്നത് കേട്ടോ. ഇനി ഈ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ കാണുന്ന സ്ഥലം ഇങ്ങനെ അപ്പുറം വരെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ. അവിടെ എനിക്ക് തോന്നുന്നു ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു മതിലും ബോർഡും കാണാനുണ്ട്. അപ്പം നമുക്കിനി ആ ഭാഗത്ത് പോയിട്ട് നോക്കാം. ഇവിടെ ഇപ്പം എന്താ ചെറിയ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായില്ല. പക്ഷെ എന്തോ കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കയറുകയാണ് കേട്ടോ. മെയിൻ റോഡിൽ വന്നിട്ട് इधर तक है ये नया मस्जिद है ना, उधर तक इधर तक। अरे बाबरी मस्जिद की जगह मस्जिद का जमीन देखने के लिए। क्या नाम है आपका? शहरियार कादरी। शहरियार कागरी भाई लोग। आप किधर का है? इधर ही आपका लोकल? नहीं हाँ, यहाँ मदरसा है ना, मैं पढ़ता हूँ। मदरसा में पढ़ता है इधर। वो ये है ना, ये मस्जिद नया कब स्टार्ट हो जाएगा वर्क तो भी सरकार भी टाइम लगेगा, लेकिन बढ़िया आएगा ना, अच्छा है ना। बोर्ड देखा मैं, वो पिक्चर में वैसा आएगा। आप कहाँ से आए? मैं केरला से। वो कैसा पता चल गया आपको? आपकी ज़बान से। मैं अयोध्या आया ब्लॉगिंग के लिए। वो तो ये भी देखने का मुझे पसंद आया, ये तो इधर भी आया, सब देखने का है ना हमको। वही
ഭായി ഓട്ടോയിൽ നിന്ന് വഴിയിൽ നിന്ന് കണ്ടപ്പോൾ കയറിയതാണ് കേട്ടോ. ഭായി ഇവിടെ മദ്രസയിൽ പഠിക്കാൻ വേണ്ടി വന്നതാണ്. ആ പഠനക്കിലെ ആയൊക്കെ ഓർ സിക്കനക്കില്ലേ പഠനക്കില്ലേ? ആ ഓക്കെ ഓക്കെ, പഠിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ ഭായി. അപ്പോൾ അങ്ങനെ ആ ഭായിനെ കൊണ്ടുവിടാനായിട്ട് ആ ഓട്ടോയിൽ ആ ഭായിനെ പറഞ്ഞു വിട്ടു കേട്ടോ. ഓട്ടോക്കാരൻ ഭായിനെ കുറച്ചപ്പുറത്താണ് മദ്രസ, അപ്പോൾ അവിടെ കൊണ്ടുവിട്ടിട്ട് വരട്ടെ, അതുവരെ എനിക്ക് ഈ വീഡിയോ എടുക്കാമല്ലോ. ഇതാണ് ഇപ്പം ഇത് ഇപ്പുറത്തെ ഭാഗം. ഇതാണ് കേട്ടോ ഫ്രണ്ട് സൈഡ്. നമ്മൾ ആദ്യം ചെന്നത് ബാക്ക് സൈഡിലായിരുന്നു. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇതാണ് ഇപ്പോൾ ഇവിടെയുള്ള പള്ളി. ഇതാണ് കേട്ടോ നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ള പള്ളി. ഈ പള്ളിയാണ്. ഇവിടെ പിള്ളേർ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ക്രിക്കറ്റ് കളിയാണ് അവിടെ. അങ്ങനെ എൻ്റെ പുറകിലായിട്ട് ഇപ്പോൾ ഈ കാണുന്ന പള്ളി ഇരിക്കുന്ന ഈ സ്ഥലത്താണ് ബാബരി മസ്ജിദിന് പകരമായിട്ട് മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദ് വരാൻ പോകുന്ന സ്ഥലം. ഈ പള്ളി ഇരിക്കുന്ന സ്ഥലത്താണ് കേട്ടോ വരാൻ പോകുന്നത്. നമ്മളിപ്പോഴാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലെത്തി. ആദ്യം നമ്മൾ എത്തിയത് ബാക്ക് സൈഡിലായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ കാഴ്ചകൾ കാണാം. ഇതാണ് കേട്ടോ ഇപ്പോൾ ഇവിടെയുള്ള പള്ളി. ചെറിയ പള്ളിയാണ്. കോമ്പൗണ്ടൊക്കെ കെട്ടി നല്ല വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പള്ളിക്ക് വേറെ ഒരു സ്ട്രക്ചറാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള പള്ളികൾ പോലെയല്ല, വേറൊരു സ്ട്രക്ചറാണ് ഇവിടുത്തെ പള്ളികളൊക്കെ. ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഈ സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലവും നേരത്തെ നമ്മൾ നിന്നത് അങ്ങ് അപ്പുറത്താണ് കേട്ടോ. ഈ മതിലിൻ്റെയൊക്കെ അങ്ങ് അപ്പുറത്താണ് നമ്മൾ നിന്നത്. അവിടെ തൊട്ട് ആ റോഡ് തൊട്ടിട്ട് ഈ റോഡ് വരെ ഇത്രയും സ്ഥലമുണ്ട്. ഇത് 5 ഏക്കറാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ബാക്കി ഇതിൻ്റെ കൂടെ 6 ഏക്കറും കൂടി ഇനി 6 ഏക്കറും കൂടി ഇവിടുന്ന് സ്ഥലമൊക്കെ ഏറ്റെടുത്തിട്ട് മൊത്തം 11 ഏക്കറിലാണ് ഈ പ്രൊജക്റ്റ് വരുന്നത് കേട്ടോ. ഈ പ്രൊജക്റ്റിൻ്റെ ഫോട്ടോസ് ഇവിടെ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇവിടെ ഈ ബാക്ക് സൈഡിലായിട്ടും ഈ പ്രൊജക്റ്റിൻ്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാണ് വരാൻ പോകുന്ന പള്ളി. ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഈ പുതിയ പള്ളി പണിയാനുള്ള മേൽനോട്ടങ്ങളും കാര്യങ്ങളൊക്കെ വഹിക്കുന്നത്. ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ. ഹാ ഭായ് जाके आएगा मैं भी आएगा हाँ जाके आओ जाके. ഭായിക്ക് അടുത്ത ട്രിപ്പ് കിട്ടി കേട്ടോ. ഭായിക്ക് വഴിയിൽ നിന്ന് വേറെ ആളെ കിട്ടി. ആ ഇക്കാനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വേറെ ആളെ കിട്ടി. അപ്പോൾ ഭായി കൊണ്ടുവിട്ടിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഇവിടെ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല കേട്ടോ. ഇങ്ങനെ ഒരു ചിന്തയോ കാര്യങ്ങളോ ഒന്നുമില്ല. അയോധ്യയിലുള്ള മുസ്ലിംസ് ആണെങ്കിൽ മുസ്ലിം സഹോദരങ്ങളാണല്ലോ. പിന്നെ ഹിന്ദുസ് പറയുന്നതിൽ കുഴപ്പമില്ല, സഹോദരങ്ങൾ കൂട്ടി പറയേണ്ട കാര്യമുണ്ട് എനിക്കറിയില്ല. എന്തായാലും അയോധ്യയിൽ ഞാൻ കണ്ട മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ അവരോട് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ ഈ ബാബറി മസ്ജിദ് അതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. പുതിയ ബാബറി മസ്ജിദ് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ജാൻകാരി നായി ഭായി നമുക്ക് ജാൻകാരി നായി, ഞങ്ങൾക്കൊന്നും അറിയില്ല അതിനെക്കുറിച്ച് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരുപാട് പേരോട് ചോദിച്ചിട്ടാണ് ഞാൻ നമ്മുടെ ഈ ഓട്ടോബായിനെ കണ്ടുപിടിച്ചത്. ലാസ്റ്റ് ആ ഓട്ടോബായിൻ്റെ കൂടെ തന്നെ കയറി പോരുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊക്കെയാണ് ഇവിടെ. അങ്ങനത്തെ പറയുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ മനുഷ്യന്മാരുടെ മനസ്സിൽ ഇങ്ങനത്തെ സംഭവം ഇല്ല. നമ്മൾ ഈ മലയാളത്തിൽ നിന്ന് കേരളത്തിലുള്ള കുറച്ച് ആൾക്കാർക്കാണ് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉള്ളിൽ കയറ്റി വെച്ച് മറ്റുള്ളവരെ കുത്തിത്തിരിപ്പുണ്ടാക്കി അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. എല്ലാവരും നല്ല ആൾക്കാരാണ്. നമ്മുടെ അടുത്ത നാട്ടിലുള്ള ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ നല്ല ആൾക്കാർ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വിഷവിത്തുകളുണ്ട്. അവന്മാർ കിടന്നിട്ട് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കിടന്നിട്ട് അതിനെക്കുറിച്ചും ഒക്കെ ഒരുപാട് വേണ്ടാത്ത ഒരുമാതിരി എന്താ പറയുക നപുംസകങ്ങൾ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അമ്മാതിരി പരിപാടികളൊക്കെ കാണിച്ചിട്ട് അതിലൊന്നും ഒരു കാര്യമില്ല. വെറുതെ അവന്മാരൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തല പുണ്ണാക്കി ജീവിതം കളയാന്നല്ലാതെ നമ്മൾ പറ്റുന്നത്രയും സ്ഥലങ്ങളൊക്കെ കാണുക, അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, എല്ലാവരും സ്നേഹിച്ച് ജീവിച്ചു പോവുക. അല്ലാതെ ഇതിനൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടോ. കാരണം ഇവരൊന്നും ചിന്തിക്കുന്നില്ല. അവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അവരുടെ കാര്യം നോക്കി അവർ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ബായി തിരിച്ചു വന്നു കേട്ടോ. ബായിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓട്ടം കൂടി. ബായിനോട് വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. താങ്ക് യു भाई, थैंक यू सो मच मुझे ये सब दिखाया. थैंक यू सो मच भाई. हमको वापस जाएगा उधर तक. അപ്പോൾ ഈ എപ്പിസോഡ് ഇതായിരുന്നു. ബാബറി മസ്ജിദിന് പകരമായിട്ട് വരുന്ന മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദിന്റെ കാഴ്ചകളും ആ മസ്ജിദ് തുടങ്ങിയിട്ടില്ല അതിന്റെ ആ സ്ഥലത്തിലെ കാഴ്ചകളും ആ ചെറിയ പള്ളിയുടെ കാഴ്ചകളും അങ്ങോട്ടുള്ള യാത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ അയോധ്യന്റെ അടുത്ത എപ്പിസോഡുകൾ ഉടനെ വരുന്നുണ്ട്. അതുവരെയൊക്കെ കാത്തിരിക്കുക. അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. എല്ലാവരും സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും പറയുക, വീഡിയോസ് കാണാനൊക്കെ പറയുക. താങ്ക് യു സോ മച്ച് ഗൈസ്.